balloon bells. രാമോനെ, നീ ടീനുക്കുരുവിയോട് ചെയ്തത് തീരെ ശരിയായില്ല. നീ തകർത്ത ആ കൂട് തിരിച്ച് അതുപോലെ ഉണ്ടാക്കി കൊടുത്തോ, അല്ലെങ്കിൽ അത് നിനക്ക് നല്ലതിനല്ല. നീ വെറും ഒരു ഉറുമ്പ്. നീ എനിക്ക് വാണിംഗ് തരുന്നോ? നിന്നോട് തന്നെ. ഓഹോ, ഞാനങ്ങ് പേടിച്ചു പോയി. ബ്ലൂലാൻഡ് വനത്തിലെ മനോഹരമായ ഒരു പ്രഭാതം. ഒരു ഉറുമ്പ് തന്റെ തലയിൽ ഒരു പയർമണിയും ചുമന്ന് അതിന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. ഇന്ന് വളരെ പ്രയാസപ്പെട്ടാണ് എനിക്കൊരു ധാന്യമണി കിട്ടിയത്. പക്ഷേ അത് സാരമില്ല, ഇനി കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണം അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രാമു ആന ആസ്വദിച്ചുല്ലസിച്ച് ആ വഴി വന്നു. വൗ! ഇന്നത്തെ പ്രഭാതം എത്ര സുന്ദരമാണ്. പക്ഷേ ഉറുമ്പിനെ കണ്ടപാടെ അതിന്റെ തലയിലിരുന്ന പയർ വിത്ത് എടുത്ത് രാമു ആന വായിലിട്ടു. നീ എന്താണ് ഈ ചെയ്തത്? ഇത്രയും ധാന്യം കൊണ്ട്, ഇത്രയും കുറവ് ധാന്യം കൊണ്ട് നിന്റെ വിശപ്പ് എങ്ങനെ ശമിക്കാനാ? ഈ ധാന്യം എനിക്ക് കുറച്ചു ദിവസത്തേക്കുള്ള ഭക്ഷണമായിരുന്നു. നിനക്കറിയാവോ ഇത് എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ കൊണ്ടുവന്നതെന്ന്? നിനക്കത് എടുത്തു കൊണ്ടുവരുവാനുള്ള ബുദ്ധിമുട്ട് കണ്ടിട്ടാ ഞാൻ അത് എടുത്ത് കഴിച്ചത്. ഇനി നിനക്ക് നിന്റെ വീട്ടിലേക്ക് സുഖമായി പോകാലോ. ഉറുമ്പ് ഇത് കേട്ട് ദേഷ്യം കൊണ്ട് പല്ലു കടിച്ചു. പക്ഷേ രാമു ആന ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. രാമു ആന പോയ ശേഷം പാവം ഉറുമ്പ് വീണ്ടും ഭക്ഷണം അന്വേഷിക്കാനായി പുറപ്പെട്ടു. കുറച്ചു സമയത്തിനു ശേഷം ടീനുക്കുരുവി തന്റെ കൂട് തയ്യാറാക്കുകയായിരുന്നു. അവളുടെ കുഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു ശാഖയിൽ ഇരിക്കുകയായിരുന്നു. ടീനു കൂടിനുള്ളിലേക്ക് ഒരു വടി ഇറക്കി വെച്ചു. അങ്ങനെ അവസാനത്തെ വടിയും ഞാൻ വെച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്റെ കൂട് പൂർണ്ണമായും തയ്യാറായിരിക്കുന്നു. മോളെ ചിങ്കി, വാ വേഗം വന്ന് കൂട്ടിലിരിക്കെ. ഇപ്പോൾ നമ്മുടെ കൂട് താമസിക്കാനായി തയ്യാറായിരിക്കുന്നു. സത്യമാണോ അമ്മേ? ചിങ്കി പക്ഷി സന്തോഷത്തോടെ കൂട്ടിൽ കയറിയിരുന്നു. പിന്നെ ടീനുക്കുരുവിയും കൂട്ടിൽ കയറിയിരുന്നു. ഹായ് അമ്മേ, ഈ കൂട്ടിലിരിക്കാൻ നല്ല രസമുണ്ട്. അവർ അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് ആ കൂട് ഇളകുന്നതായി തോന്നിയത്. അമ്മേ, ഈ കൂട് എന്താണ് ഇങ്ങനെ ഇളകുന്നത്? അറിയില്ല മോളെ, ഞാൻ നോക്കാം. ടീനുക്കുരുവി കൂടിന് വെളിയിലിറങ്ങി നോക്കിയപ്പോൾ അവൾ കണ്ടത് രാമു ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ മരം പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. രാമു ആനെ, നീ എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ കൂട് താഴെ വീണു പോകും. എന്റെ ഈ തുമ്പിക്കൈ വല്ലാതെ ചൊറിയുന്നുണ്ട്. ഈ ചൊറിച്ചിൽ മാറ്റിയില്ലെങ്കിൽ വേദന കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ. ടീനുക്കുരുവി പറഞ്ഞതൊന്നും വകവയ്ക്കാതെ രാമു ആന മരം കുലുക്കിക്കൊണ്ടേയിരുന്നു. അവളുടെ കൂട് ഇപ്പോൾ ഒരറ്റത്തേക്ക് എത്തിയിരുന്നു. ചിങ്കിക്കുരുവി കൂട്ടിൽ നിന്നും പുറത്തേക്ക് പറന്നതും കൂട് താഴെ വീണ് തകർന്നു. എന്റെ ദൈവമേ, ഇത് എന്താണ് സംഭവിച്ചത്? ടീനുക്കുരുവി, നിന്റെ കൂട് തകർന്നു പോയല്ലോ. ടീനുക്കുരുവി തന്റെ തകർന്ന കൂട്ടിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. രാമു ആന ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. വൈകുന്നേരം കുറച്ച് മൃഗങ്ങൾ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. ഈ രാമു ആന നമ്മുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. എന്റെ ഭക്ഷണം മോഷ്ടിച്ചു. 3 ദിവസം എന്നെ അടിമയായി വെച്ചു. അതിനുശേഷമാ ഭക്ഷണം തിരികെ തന്നത്. അതെ, അവന്റെ അഹങ്കാരം കൂടി വരികയാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് എന്റെ കൂട് നിർമ്മിച്ചത്. അവൻ ആ മരം ഉലച്ചുലച്ച കൂട് തകർത്തു. ചോദിച്ചപ്പോ പറഞ്ഞതോ എന്റെ തുമ്പിക്കൈക്ക് ചൊറിച്ചിലാണെന്ന്. അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അവന് വേദന കൊണ്ട് ഭ്രാന്ത് പിടിക്കുമെന്ന്. അത് രാമു ആനയല്ല, ഇത് ചെകുത്താനാ, ചെകുത്താൻ. എല്ലാ മൃഗങ്ങളും രാമുവിനെ മോശം പറയുകയായിരുന്നു. അപ്പോഴാണ് ഉറുമ്പ് ഒരു കാര്യം ആലോചിച്ചത്. അവൻ അതേ വരി ആവർത്തിച്ചു. തുമ്പിക്കൈയുടെ ചൊറിച്ചില് മാറിയില്ലെങ്കിൽ വേദന കൊണ്ട് അവന് ഭ്രാന്ത് പിടിക്കും അല്ലേ? ഇത് പറഞ്ഞപ്പോൾ അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. രാത്രിയിൽ രാമു ആന തന്റെ ഗുഹയിലിരിക്കുമ്പോൾ ഉറുമ്പ് അവന്റെ അടുത്തെത്തി. രാമോനെ, നീ ടീനുക്കുരുവിയോട് ചെയ്തത് തീരെ ശരിയായില്ല. നീ തകർത്ത ആ കൂട് തിരിച്ച് അതുപോലെ ഉണ്ടാക്കി കൊടുത്തോ, അല്ലെങ്കിൽ അത് നിനക്ക് നല്ലതിനല്ല. ഓഹോ, നീ വെറും ഒരു ഉറുമ്പ്. നീ എനിക്ക് വാണിംഗ് തരുന്നോ? നിന്നോട് തന്നെ. കാരണം എനിക്ക് മാതാറാണിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കൂ. ശരി,
നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കൊരു കുഴപ്പവും ഇല്ല. ശരി, എങ്കിൽ കേട്ടോ. നീ ആ ടീനുക്കുരുവിയുടെ കൂട് തകർത്തു. വളരെ വലിയ തെറ്റാ. നീ അവളുടെ കൂട് തിരിച്ചുണ്ടാക്കി നൽകണം. ഇനി നാളെ വൈകുന്നേരത്തിനുള്ളിൽ നീ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിന്റെ തുമ്പിക്കൈക്ക് കഠിനമായ വേദന ഉണ്ടാകും. അതായത് നിനക്കത് താങ്ങാനേ പറ്റില്ല. ഓഹോ, ഞാനങ്ങ് പേടിച്ചു പോയി. കഴിഞ്ഞോ നിന്റെ സംസാരം? എങ്കിൽ വേഗം പൊയ്ക്കോ ഇവിടെ നിന്ന്. എനിക്കേ ഉറങ്ങാൻ സമയമായി. ഇതും പറഞ്ഞ് രാമു തന്റെ കണ്ണുകളടച്ച് ഉറക്കമായി. ഉറുമ്പ് മിണ്ടാതെ പോയി രാമുവിന്റെ തുമ്പിക്കൈയുടെ ഉള്ളിൽ കയറിയിരുന്നു. ഇനി കാണാം രസം. രാവിലെ ആയപ്പോൾ രാമു ആന തന്റെ ഗുഹയിൽ നിന്നും വെളിയിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇവിടെ എങ്ങും ഒരു മൃഗങ്ങളെയും കാണാനില്ലല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാവരും എന്നെ പേടിച്ചു പോയിട്ടുണ്ടാകുമെന്ന്. അപ്പോൾ രാമുവിന്റെ തുമ്പിക്കൈയിലിരുന്ന് ഉറുമ്പ് അവന്റെ തുമ്പിക്കൈയുടെ ഉള്ളിൽ കടിക്കുവാൻ തുടങ്ങി. എനിക്കെന്താ സംഭവിക്കുന്നത്? ഓ ഓ അവന്റെ നിലവിളി കേട്ട് കുറച്ചു മൃഗങ്ങൾ അവനു ചുറ്റും കൂടി. എന്ത് പറ്റി രാമു ആനെ? എനിക്കറിയില്ല. ഓ, എന്റെ തുമ്പിക്കൈക്കകത്ത് നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ അവന് ഉറുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. അവൻ അവിടെ നിന്നും ഓടിപ്പോയി. ഈ ആന ഇതെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ കൂട് നിർമ്മിച്ചത്. ഇനി ആദ്യം മുതൽ ഓരോ ചുള്ളിയും മരത്തിനു മുകളിൽ എത്തിക്കേണ്ടി വരും. അങ്ങനെ ആദ്യം മുതൽ ഉണ്ടാക്കണം. ഇതിന് എന്തൊരു കഷ്ടപ്പാടാണ്. അപ്പോൾ രാമു ആന തന്റെ തുമ്പിക്കൈയിൽ കുറച്ച് ഉണങ്ങിയ പുല്ലുമായി അവിടെ എത്തി. ടീനുക്കുരുവി, നീ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ നിന്നെ സഹായിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് രാമു ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് അവളുടെ കൂടിന്റെ ചുല്ലികൾ കൂട്ടിവെക്കാൻ തുടങ്ങി. ഉറുമ്പ് അവന്റെ തുമ്പിക്കൈയിൽ കടിക്കുന്നത് നിർത്തി. അപ്പോഴേക്കും എല്ലാ മൃഗങ്ങളും അവിടെ ഒത്തുകൂടി. കുറച്ചധികം അധ്വാനത്തിനു ശേഷം കൂട് തയ്യാറായി. അതിനുശേഷം രാമു ആന കൂടെടുത്ത് മരത്തിന്റെ ചില്ലയിൽ വെച്ചു. പിന്നെ തന്റെ കയ്യിൽ കൊണ്ടുവന്ന ഉണക്കപ്പുല്ലും അതിലേക്ക് വെച്ചു. ഇതാ ടീനുക്കുരുവി, നിന്റെ കൂട് ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഇപ്പോൾ ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്തു എന്നാ എന്റെ വിശ്വാസം. രാമു ആനയുടെ ഈ നല്ല പ്രവൃത്തി കണ്ട് എല്ലാ മൃഗങ്ങളും അതിശയിച്ചു പോയി. നല്ല കാര്യം ചെയ്തതുകൊണ്ടാണ് തന്റെ തുമ്പിക്കൈയിലെ വേദന മാറിയതെന്ന് രാമുവും വിശ്വസിച്ചു. അതിനുശേഷം രാമു ആന പിന്നെയും തന്റെ ഗുഹയിൽ പോയി വിശ്രമിച്ചു. അപ്പോൾ ഉറുമ്പ് പതിയെ അവന്റെ തുമ്പിക്കൈയിൽ നിന്നും ഇറങ്ങി മിണ്ടാതെ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം എല്ലാ മൃഗങ്ങളും തടാകത്തിന്റെ കരയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ രാമു ആനയും അവിടെ വെള്ളം കുടിക്കുവാൻ എത്തി. എന്തുണ്ട് കൂട്ടുകാരെ? എന്തുപറ്റി രാമു ആനെ? മുഴുവൻ കാടും നിന്നെ പുകഴ്ത്തുകയാണല്ലോ. നീ വളരെ നല്ലവനായെന്ന് കേട്ടല്ലോ. ഞാനിപ്പോൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിർത്തി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നല്ല കാര്യം ചെയ്യുമ്പോ മനസ്സിന് നല്ല സന്തോഷമുണ്ട്. എനിക്കിപ്പോഴാ അത് മനസ്സിലായതും. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും ഉറുമ്പിനെ നോക്കി പുഞ്ചിരിച്ചു. ഉറുമ്പും ഒന്നും അറിയാത്തതുപോലെ അവരെ നോക്കി കണ്ണിറക്കി. അയ്യോ മോട്ടു, എന്റെ മകൻ മോട്ടുവിനെ കാണുന്നില്ല. അവനെ കാണുന്നില്ല. ഷേർ സിംഗ് പറഞ്ഞ പോലെയല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനും. എന്നിട്ട് എങ്ങനെയാ എന്റെ മകനെ കാണാതെയായത്? ഡ്രീം ലാൻഡ് കാട്ടിലെ എല്ലാവരും പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു. പേടി കാരണം എല്ലാവരുടെ മുഖവും മഞ്ഞയായി മാറുകയായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കാട്ടിലെ ഓരോ മൃഗങ്ങളും പശു, പക്ഷി എല്ലാവരെയും കാണാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ചുൻമുൻ പക്ഷിയുടെ മകനെ കാണാതെയായി. ആ പാവമാണെങ്കിൽ ആ കൂടിന്റെ അകത്ത് വന്നിട്ടിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. എന്റെ മോൻ, എന്റെ കൊച്ചു മോൻ എവിടെ പോയി? രാവിലെ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാ. ആഹാരം കൊണ്ട് വൈകുന്നേരമായപ്പോ വന്നപ്പോ അവനെ കാണുന്നില്ല. അവനാണെങ്കിൽ ചിറക് പോലും വന്നിട്ടില്ല. എവിടെ പോയി കിടക്കുവാ എന്റെ പൊന്നു മോനെ? കാട്ടിലെ കുറെ മൃഗങ്ങൾ ചിൻപുൻ പക്ഷിനെ സമാധാനിപ്പിക്കുകയായിരുന്നു.
എന്തു തന്നെയാണെങ്കിലും ഒരു അമ്മയ്ക്കല്ലേ ഒരു മകൻ നഷ്ടപ്പെട്ടതിന്റെ വിഷമം മനസ്സിലാകുള്ളൂ. കാരണം അമ്മ എന്ന് പറയുന്നത് എന്നും അമ്മ തന്നെയാണ്. പിന്റു കുരങ്ങൻ ചുൻമുൻ പക്ഷിയുടെ നല്ലൊരു സുഹൃത്തായിരുന്നു. അവനും അവിടെ വന്ന് അവളുടെ കണ്ണുനീര് തുടച്ച് അവളോട് പറയുകയായിരുന്നു. ജന്മുൻ, നീ എന്തോരം കരയും? ഞങ്ങൾ നിന്റെ കുഞ്ഞിനെ നോക്കുന്നില്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഞങ്ങൾ എല്ലാവരും ഇല്ലേ? പിന്റു, ഞാനൊരു അമ്മയാണ്. പക്ഷെ ഇത് പറയാൻ പാടില്ലെന്നറിയാം, എന്നാലും പറയാ. ഈ കാട്ടിലെ എത്ര മൃഗങ്ങളെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം തൊട്ട് കാണാതെയായത്? അവരിതുവരെ തിരിച്ചു വന്നിട്ടില്ല. നമ്മൾ എത്ര അന്വേഷിച്ചു, എന്നിട്ട് വന്നു അവര്. ഇങ്ങനെ പറഞ്ഞു വീണ്ടും ചുൻമുൻ കരയാൻ തുടങ്ങി. ലക്കി ആനയായിക്കോട്ടെ, ടിങ്കു കൊക്കായിക്കോട്ടെ, ഡെഞ്ചു കഴുതി ആയിക്കോട്ടെ, ചേത്ത കുതിര ആയിക്കോട്ടെ, എല്ലാവരുടെ കണ്ണിൽ കണ്ണുനീർ മാത്രമായിരുന്നു. കഴിഞ്ഞ മാസം തന്നെയായിരുന്നു ചുൻമുന്റെ മോന്റെ ബർത്ത്ഡേ അവർ ആഘോഷിച്ചത്. എല്ലാവരും എന്ത് സന്തോഷത്തിലാണ് ആഘോഷിച്ചത്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, എല്ലാം ഒറ്റയടിക്ക് അവസാനിച്ചതുപോലെയാണ് തോന്നുന്നത്. നമ്മുടെ ഈ കാടിന് എന്തോ ദൃഷ്ടി പെട്ടു ടിങ്കിച്ചേട്ടാ. എന്തൊരു സന്തുഷ്ടരായിരുന്നു നമ്മളിവിടെ. എന്തു പറയാനാ ടിങ്കു, എനിക്കൊത്തിരി സങ്കടമുണ്ട്. നമ്മുടെ ഈ നല്ല കാട്ടിൽ നിന്നും ഇവിടെ താമസിക്കുന്ന ഓരോ സുഹൃത്തുക്കളും ഓരോ ദിവസവും കാണാതായാൽ പിന്നീട് ഈ കാട്ടിൽ ആരും തന്നെ ഉണ്ടാവില്ല. മൊത്തം ശൂന്യമായി പോകും. ഇതും പറഞ്ഞിട്ട് ടിങ്കു കൊക്കിന്റെ കണ്ണങ്ങ് നിറഞ്ഞു വന്നു. അടുത്ത ദിവസം രാവിലെ ആനയുടെ വീട്ടിൽ നിന്നും നല്ല കരച്ചിൽ വന്നോണ്ടിരുന്നു. അവന്റെ മകനായ ഡബ്ബുവിനെയും കാണാനുണ്ടായിരുന്നില്ല. ഡബ്ബു, എന്റെ മകനെ ഡബ്ബു, നീ ഇതെവിടെ പോയി കിടക്കുവാ എന്റെ മോനെ ഡബ്ബു? ഇതെന്തായി സംഭവിക്കുന്നത് ഇവിടെ? ഇതെന്തായി സംഭവിക്കുന്നത്? ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം കിട്ടും? ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് ഒരു മീറ്റിംഗ് വെച്ചു. കാട്ടിലെ രാജാവായ ഷേർ സിംഗിന് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര വിഷമമായിരുന്നു. അവനും ഭയങ്കര ആഗ്രഹമായിരുന്നു ഡ്രീം ലാൻഡിനെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന്. അവൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? അവസാനം അവൻ ഒരു തീരുമാനം അങ്ങ് എടുത്തു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ വലിയൊരു വിപത്തിലാണുള്ളത്. നമ്മുടെ ശത്രു ആരാണവൻ? നിങ്ങൾ പറയൂ. നമ്മുടെ കാട്ടിലെ മൃഗങ്ങളെ എന്താ കാണാതാവുന്നത്? അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. നമുക്കവരെക്കുറിച്ചൊന്നും തന്നെ അറിയില്ല. പിന്നെ നമ്മൾ അവരുടെ ആക്രമണത്തെ എങ്ങനെ നേരിടും? നമ്മൾ എന്തു ചെയ്യും സിംഹരാജൻ? ഇങ്ങനെ പോയാൽ നമ്മുടെ കാട് ശൂന്യമായി തീരും. ഡ്രീം ലാൻഡ് ജംഗിൾ നമ്മൾ എത്ര സന്തോഷത്തോടെയാണ് ഉണ്ടാക്കിയത്. ഇതിങ്ങനെ നശിച്ചു പോകുന്നത് എനിക്ക് കാണാൻ വയ്യ. ഇതും പറഞ്ഞിട്ട് ലക്കി ആന ഭയങ്കര വിഷമത്തോടെ വീണ്ടും പൊട്ടി കരയാൻ തുടങ്ങി. ലക്കി ഭായ്, വിഷമിക്കാതിരിക്കുക, തളരരുത്. ആ ദിവസം ഷേർ സിംഗ് ഡ്രീം ലാൻഡിന്റെ ആൾക്കാർക്ക് വേണ്ടി ഒരു നിയമം അങ്ങ് ഉണ്ടാക്കി. എന്നാലല്ലേ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഡ്രീം ലാൻഡ് ജംഗിളിലെ എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. നമ്മൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതുവരെ എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം. എനിക്കറിയാം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും നിങ്ങൾക്ക് പുറത്തിറങ്ങണമെന്ന്. അതുകൊണ്ട് പോകുമ്പോൾ ഗ്രൂപ്പായി പോവുക. ആരെയെങ്കിലും കൂടെ കൂട്ടുക. ആരും തന്നെ ഒറ്റയ്ക്ക് പോവരുത്. മാത്രമല്ല വീട്ടിൽ നിന്നും ആരെയും ഒറ്റയ്ക്ക് വിടരുത്. ഷേർ സിംഗിന്റെ ഈ ഒരു തീരുമാനം കാരണം കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായി. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം അവസ്ഥ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ. ഡ്രീം ലാൻഡിൽ ഇത്രയും മൃഗങ്ങൾ ഉണ്ടായിട്ട് പോലും ആ കാട്ടിൽ ഒരു മൃഗങ്ങളെ പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരും തന്നെ കളിക്കാനും പുറത്തു വന്നില്ല, കറങ്ങാനും പുറത്തു വന്നില്ല. ആവശ്യം വരുമ്പോൾ മൃഗങ്ങൾ എല്ലാവരും പുറത്തിറങ്ങാറുണ്ട്. പക്ഷെ എല്ലാവരും ഗ്രൂപ്പ് ചേർന്നാണ് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു കാര്യമാണിത്. രാത്രിയായിരുന്നു സമയം. മോണ്ടു മാൻ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് വീടിന്റെ വാതിലിൽ ആരോ വന്ന് മുട്ടാൻ തുടങ്ങിയത്. മോണ്ടോ, മോനെ മോണ്ടോ, ഒന്ന് വാതില് തുറക്കടാ മോനെ മോണ്ടോ. മോണ്ടു മാന് ആദ്യം തോന്നിയത് ഇതെല്ലാം കേൾക്കുന്നത് ഒരു സ്വപ്നത്തിലായിരിക്കുമെന്നാണ്. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. അപ്പോഴാണ് അവന്റെ അമ്മയുടെ ശബ്ദം അവൻ കേട്ടത്. എന്ത്? ഇത് അമ്മയുടെ ശബ്ദമാണല്ലോ. പക്ഷെ അമ്മ പുറത്തു പോയോ? മോണ്ടുവിന് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവന് മനസ്സിലാവാത്തത് അവന്റെ അമ്മ എപ്പോഴാണ് അവന് ചെറുതായി പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവൻ എണീറ്റ് ആ വാതിലിന്റെ അടുത്ത് പോയി. എന്നിട്ട് പതുക്കെ ചോദിച്ചു, അമ്മേ, നിങ്ങൾ പുറത്തെപ്പോൾ പോയി?
എന്റെ മോനെ, കുറെ ദിവസമായിട്ട് ഞാൻ വീടിന്റെ അകത്ത് തന്നെയല്ലായിരുന്നോ? ഭക്ഷണം എടുക്കാൻ വേണ്ടി ഇന്ന് രാവിലെയാണ് ഞാൻ പുറത്തോട്ട് പോയത്. പെട്ടെന്ന് വാതിൽ തുറക്ക്, ഞാനും ഇനി അങ്ങനെ കാണാതെ പോയാലോ? മോണ്ടു അമ്മ പറഞ്ഞ ഈ കാര്യം കേട്ട് അപ്പ തന്നെ ആ വാതിലങ്ങ് അവൻ തുറന്നു. പുറത്തവന്റെ അമ്മ തന്നെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ വാതിലങ്ങ് അടക്കി മകനെ. മോണ്ടു ആ വീടിന്റെ വാതിലങ്ങ് അടച്ചു. അടുത്ത ദിവസം രാവിലെയും നല്ലൊരു കരച്ചിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. മോണ്ടുവിനെ കാണാനില്ല എന്ന് മോണ്ടുവിന്റെ അമ്മ കരഞ്ഞോണ്ട് പറയുന്നു. അയ്യോ മോണ്ടു, എന്റെ മകൻ മോണ്ടുവിനെ കാണുന്നില്ല, അവനെ കാണുന്നില്ല. ഷേർ സിംഗ് പറഞ്ഞ പോലെയല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനും, എന്നിട്ട് എങ്ങനെയാ എന്റെ മകനെ കാണാതെയായത്? ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ ദിവസവും നമ്മുടെ കാണ്ടാമൃഗത്തിനെ കാണുന്നില്ലായിരുന്നു. വീണ്ടും ഷേർ സിംഗ് എല്ലാ മൃഗങ്ങളെ ഒന്നും കൂടെ മീറ്റിംഗിന് വിളിപ്പിച്ചു. ഷേർ സിംഗ് തീരുമാനിച്ച ആ തീരുമാനം ഉപയോഗിച്ചിട്ട് പോലും മൃഗങ്ങളെ വീണ്ടും കാണാതായി തുടങ്ങി. ശരിക്കും പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലായി അവർക്ക്. ഡ്രീം ലാൻഡിന്റെ ആൾക്കാരോട് ഷേർ സിംഗിന് എന്ത് ഉത്തരമാണ് കൊടുക്കാൻ പോകുന്നത്? അവൻ ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടെ കറുത്ത ഹംസം ഓടി ഓടി വരികയായിരുന്നു. അത് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കാട്ടിലെ മൃഗങ്ങളൊക്കെ ഞെട്ടിപ്പോയിരുന്നു. സിംഹരാജൻ, എനിക്ക് മനസ്സിലായി ഈ കാട്ടിലെ മൃഗങ്ങൾ എവിടെയാ പോകുന്നത് എന്ന്, പിന്നെ ആരാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും. കറുത്ത ഹംസം ഒരു മാന്ത്രികനായിരുന്നു. പക്ഷെ അവന്റെ മാന്ത്രികം ഒരിക്കലും അവൻ ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ അവന്റെ ഈ മാന്ത്രിക ശക്തി കൊണ്ട് മറ്റു മൃഗങ്ങളെ സഹായിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ 2 ദിവസത്തെ മുമ്പുള്ള ഒരു കാര്യമായിരുന്നു. കറുത്ത ഹംസം അവന്റെ മാന്ത്രികത്തിന്റെ പുസ്തകം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുസ്തകം കാണാനുണ്ടായിരുന്നില്ല. എന്റെ മന്ത്രപുസ്തകം എവിടെ പോയി? ഞാൻ ഇവിടെ വെച്ചിരുന്നതാണല്ലോ. കറുത്ത ഹംസം സ്വന്തം മാന്ത്രികത്തിന്റെ പുസ്തകം കണ്ടുപിടിക്കാൻ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷെ അവൻ അത് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ഈ കാര്യം കാരണം ഭയങ്കര ടെൻഷനായിപ്പോയി. പിന്നീട് ആ മാന്ത്രിക പുസ്തകം എവിടെ പോയെന്നറിയാൻ വേണ്ടി അവൻ അവിടെ ഇരുന്ന മാന്ത്രിക ചില്ലിനോട് ചോദിച്ചു. മന്ത്രക്കണ്ണാടി, ഇത് പറയൂ, എന്റെ മന്ത്രപുസ്തകം എവിടെയാണ്? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ മാന്ത്രിക ചില്ലിൽ നിന്നും പുക വന്നു. പിന്നെ പതുക്കെ പതുക്കെ അതിനകത്തെല്ലാം തെളിഞ്ഞു വന്നു. ആ മാന്ത്രിക ചില്ല് കാണിച്ചു തന്നു മൊഗാംബോ പെരുമ്പാമ്പ് എങ്ങനെയാണ് അവന്റെ വീട്ടിൽ കയറി ആ മാന്ത്രിക പുസ്തകം മോഷ്ടിച്ച് പുറത്തോട്ട് പോയതെന്ന്. സിംഹരാജൻ, മൂർഖൻ പാമ്പാണ് എന്റെ മന്ത്രത്തിന്റെ പുസ്തകം എടുത്തോണ്ട് പോയത്. അവൻ ഈ മാന്ത്രിക ബുക്കിലെ മന്ത്രങ്ങൾ ഉപയോഗിച്ച് മറ്റു മൃഗങ്ങളുടെ രൂപം ധരിച്ചാണ് ബാക്കി മൃഗങ്ങളെ പിടിച്ചുകൊണ്ടു പോകുന്നത്. ഞാൻ ആ മൂർഖൻ പാമ്പിനെ വെറുതെ വിടില്ല. അവനെ തല്ലിച്ചതച്ച് ഞാൻ പപ്പടമാക്കും. പറയൂ കറുമ്പിത്താറാവേ, അവൻ എന്തിനാണിത് ചെയ്യുന്നത്? അവൻ എല്ലാ ജന്തുക്കളെയും കൊന്നു കാണുമോ? ഇല്ല, അവൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷേ നാളെ അവൻ എല്ലാവരെയും കൊല്ലും. എന്തെന്നാൽ നാളെ അമാവാസിയാണ്. അവൻ എല്ലാ ജന്തുക്കളെയും കൊന്ന് വളരെ ശക്തനായി തീരും. അങ്ങനെ ഇവൻ ഈ ലോകത്തിന് മൊത്തവും രാജാവായി തീരും. ഇല്ല, ഞാൻ അവനെ ഇടിച്ച് പപ്പടമാക്കും. അമാവാസി നാളെയല്ലേ? ഞാൻ ഇന്ന് തന്നെ അവന്റെ ഗുഹയിൽ പോവുകയാണ്. ഷേർ സിംഗ് അങ്ങനെ എല്ലാ മൃഗങ്ങളെയും കൊണ്ട് ആ പെരുമ്പാമ്പിന്റെ ഗുഹയിലോട്ട് പോയി. സിംഹരാജൻ, നമുക്കേതു വിധേനയും ആ മന്ത്രപുസ്തകം അവന്റെ കയ്യിൽ നിന്നും കൈക്കലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവനും ആപത്താകും. ആ മന്ത്രപുസ്തകം ഇല്ലെങ്കിൽ അവൻ ഒരു ശക്തിയും കിട്ടില്ല. അത് ശരിയാണ്. പക്ഷേ ആരാ പുസ്തകം എടുക്കും? ആരെങ്കിലും അകത്ത് കയറിയാൽ തന്നെ അവന്റെ കണ്ണിൽ പെടും. ഈ കാര്യങ്ങളൊക്കെ കേട്ട് കറുത്ത ഹംസം കണ്ണടച്ചിട്ട് ഒരു മന്ത്രം അങ്ങ് ജപിച്ചു. 2ഉം 1ഉം കൂട്ടിയാൽ 3 ആകും. വേഗം നടത്തു വരൂ എന്റെ പുന്നാര മകുടി. പെട്ടെന്ന് തന്നെ അവിടെ ഒരു മാന്ത്രിക മകുടി പ്രത്യക്ഷപ്പെട്ടു. അതിനെ സ്വന്തം കയ്യിലെടുത്ത് കറുത്ത ഹംസം പറഞ്ഞു, സിംഹരാജൻ, ഇതൊരു സാധാരണ മകുടിയല്ല, മന്ത്രമകുടിയാണ്. ഇത് ഊതിക്കഴിഞ്ഞാൽ എത്ര ശക്തനായ പാമ്പും നൃത്തം ചെയ്യും. പക്ഷേ ഇത് ഏറ്റവും ശക്തനായ ആൾക്കേ ഊതാൻ കഴിയൂ. സിംഹരാജൻ, നിങ്ങൾ ശക്തനാണ്, രാജാവുമാണ്. അതുകൊണ്ട് ഇത് അങ്ങു തന്നെ വായിക്കണം. ഷേർ സിംഗ് അങ്ങനെ കറുത്ത ഹംസത്തിൽ നിന്നും ആ മാന്ത്രിക മകുടി കയ്യിലെടുത്തു. എന്നിട്ടത് വായിക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെരുമ്പാമ്പായ മൊഗാംബോ നൃത്തം ചെയ്തുകൊണ്ട് പുറത്തോട്ട് വന്നു. അവനെ കണ്ടപ്പോൾ തന്നെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഒളിഞ്ഞിരുന്നു. അവൻ മുഴൻ രീതിയിലും പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും കറുത്ത ഹംസം അവന്റെ ഗുഹയിലോട്ട് പോയി.
എന്നിട്ടോ അവന്റെ മാന്ത്രിക പുസ്തകവും കൊണ്ടുവന്നു. ബാക്കിയുള്ള കാണാതെ പോയ എല്ലാ മൃഗങ്ങളെയും തിരിച്ചു കൊണ്ടുവന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഷേർ സിംഗ് നേരെ ആ മകുടി വായനയൊക്കെ നിർത്തി. എന്നിട്ട് നമ്മുടെ മൊഗാംബോ പെരുമ്പാമ്പിന്റെ കഴുത്തിൽ അങ്ങ് പിടിച്ചു. വിടൂ, എന്നെ വിടൂ, സിംഹരാജൻ, എന്നെ വിടൂ. നിങ്ങൾ എന്നെ വിട്ടില്ല എങ്കിൽ മന്ത്രശക്തി കൊണ്ട് നിന്നെ ഞാനൊരു പക്ഷിയാക്കി മാറ്റും. ഇത് കേട്ടതോടെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ അവൻ പറഞ്ഞ കാര്യം കേട്ട് ചിരിക്കാൻ തുടങ്ങി. മൊഗാംബോ പെരുമ്പാമ്പ് അപ്പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും അവൻ പൂട്ടിയിട്ട എല്ലാ മൃഗങ്ങളും ദാ കിടക്കുന്നു പുറത്ത്. അവൻ അത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. ആരാണ് ഇവരെ പുറത്തു കൊണ്ടുവന്നത്? നോക്കൂ, നിങ്ങളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നീ ഈ ചെയ്തതെല്ലാം ഈ മന്ത്രപുസ്തകം കൊണ്ടല്ലേ? ഇപ്പോൾ അതെന്റെ കൈവശമാണ്. എന്റെ പുസ്തകം തരൂ, തിരിച്ചു തരൂ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിടില്ല. ഞങ്ങളാണ് നിന്നെ വിടാത്തത്. നിന്നെ തല്ലി തല്ലി പപ്പടമാക്കാൻ പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷേർ സിംഗ് ആ മൊഗാംബോനെ എടുത്ത് ഒരു അലക്കങ്ങ് അലക്കി. അയ്യോ, അയ്യോ, കൊല്ലുന്നേ, അയ്യോ, വിടൂ, എന്നെ വിടൂ, അയ്യോ, എന്നെ തല്ലുന്നത് എന്തിനാ? അബദ്ധം സംഭവിച്ചു പോയി, വിടൂ, എന്നെ വിടൂ. ഷേർ സിംഗ് അവന് നല്ല ഒരു ചാമ്പങ്ങ് ചാമ്പി. അവന്റെ ഊപ്പാടെ തീർന്നു പോയിരുന്നു. അവൻ ബാക്കിയുള്ള മൃഗങ്ങളുടെ കാലേ വീണ് അവന്റെ ജീവിതത്തിന് വേണ്ടി അവൻ കേണപേക്ഷിക്കാൻ തുടങ്ങി. ബാക്കി മൃഗങ്ങളാണെങ്കിൽ ദയവ് തോന്നിട്ട് അവനെ വെറുതെ അങ്ങ് വിട്ടു. പക്ഷെ അവനോട് കാര്യമുള്ളതുപോലെ പറഞ്ഞു. ഇന്നു മുതൽ ഡ്രീംലാൻഡ് ജംഗിളിന്റെ പരിസരത്തെങ്ങാനും നീ വന്നാൽ ഞാൻ നിന്നെ ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞയക്കും. അയ്യോ, ഡ്രീംലാൻഡ് ഇല്ല എങ്കിൽ എനിക്ക് മറ്റൊരു കാട്ടിലും പോകാൻ കഴിയില്ല. ഞാൻ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. ഇതും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോയി. എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ തന്നെ അവിടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ